Hello guys, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഓയിലി അത് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഐലിഡ്സ് ഓയിലി ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്ക് മേക്കപ്പ് ഇടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വേർത്തൊലിച്ച് പോകും, സ്മഡ്ജ് ചെയ്യും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഐലിഡ്സ് ഓയിലി ആവുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഓയിലി ആവുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ കണ്ണിന് പീലികൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കണ്ണ് ഇറിറ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കണ്ണ് ഓയിലി ആവുന്നതുകൊണ്ടുണ്ട്. അപ്പോൾ കണ്ണെന്ന് പറയുമ്പോൾ നമുക്കറിയാം സെൻസിറ്റീവ് സ്കിന്നാണ് കണ്ണിൻ്റെ ചുറ്റുഭാഗം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓയിലിനെസ് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്പർ 1, നമ്മൾ ക്ലെൻസിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്ലെൻസിങ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ഫേസ് വാഷ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സോപ്പാണെങ്കിലും ഒരു ജെല്ലാണെങ്കിലും നമ്മൾ മൈൽഡായിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്യുക. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ എല്ലാവരും ക്ലെൻസ് ചെയ്യാറുണ്ട്, അപ്പോൾ കണ്ണിന് ചുറ്റും എന്തായാലും ഒരു മൈൽഡായിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്യുക. എപ്പോഴും നമ്മൾ ക്ലെൻസ് ചെയ്യാൻ നമ്മൾ മൈൽഡായിട്ടുള്ള ഫേസ് വാഷസ് ഒക്കെയാണ് യൂസ് ചെയ്യണത് നല്ലത്. അപ്പോൾ കണ്ണിന് എസ്പെഷ്യലി മൈൽഡായിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. മോയ്സ്ചറൈസർ നമ്മൾ ഒരിക്കലും ഓയിലി സ്കിന്നുകാർക്കുള്ളത് വേണം ചൂസ് ചെയ്യാൻ, കാരണം നോൺ ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. കണ്ണിൻ്റെ ചുറ്റും എന്തായാലും നോൺ ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഐ ക്രീമൊക്കെ അവൈലബിൾ ആണ്, അതും നോൺ ഗ്രീസി ആയിട്ടുള്ള ഐ ക്രീംസൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുകയാണെങ്കിൽ നമുക്കൊരു കോമ്പാക്ട് പൗഡറൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് ഓയിലി ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്തായാലും കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ലൂസ് പൗഡറോ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓയിൽനെസ് നമുക്ക് ത്രൂ ഔട്ട് ഡേ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കോമ്പാക്ട് പൗഡർ ഇല്ലെങ്കിൽ ലൂസ് പൗഡർ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോൾ ഐ ഷാഡോ ഇടുകയാണെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് ബ്ലെൻഡായിട്ട് പോകും, കാരണം ഈ ഓയിലി ആകുന്ന സമയത്ത് നമുക്ക് ഒരു മേക്കപ്പും ചെയ്യാൻ പറ്റാത്ത രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ ആദ്യം ഐ മേക്കപ്പിനുള്ള പ്രൈമർ നമ്മൾ അപ്ലൈ ചെയ്യാം. പ്രൈമർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഐ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടും അപ്പോൾ ഇതിനെ ഓയിലി ആക്കാതെയും സ്മഡ്ജ് ചെയ്യാതെ ഇരിക്കാൻ സഹായിക്കും. അപ്പോൾ എന്തായാലും ഒരു ഐ പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പോണത്, നമ്മളിപ്പോൾ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യാറുണ്ട്, മിസലർ വാട്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മിസലർ വാട്ടറൊക്കെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കാറുണ്ട്. അപ്പം ഡ്രൈ ആക്കാത്ത ക്ലെൻസർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു ഹാർഷായിട്ടുള്ളൊരു ക്ലെൻസർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും. ഡ്രൈ ആകുന്ന സമയത്ത് ഓയിൽ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളതല്ലാതെ മൈൽഡായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഐ മേക്കപ്പ് ക്ലെൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഐ മേക്കപ്പ് റിമൂവ് ചെയ്യുക. കിടക്കുന്നതിന് നേരത്ത് ഐ കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കിയ ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ത്രൂ ഔട്ട് കുറച്ച് ദിവസങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞായിട്ട് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വീഡിയോസ്. അതുപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോ കൊണ്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.